വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ ഇഡി കണ്ടെത്തിയത്. ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട്. ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇഡി അന്വേഷണം. ഫെമ ലംഘനം ഉണ്ടായോയെന്നും അന്വേഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മറ്റെന്തെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ. നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ യാതൊരു കേസും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത്തരത്തിൽ വല്ല കേസും ഉയർന്നു വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബോച്ചെ തേയില വാങ്ങിയാൽ ലോട്ടറി കിട്ടുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ലോട്ടറി വ്യാപാരം. ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണ ഇടപാട് സംശയിക്കുന്നതായും വിവരമുണ്ട്. ലോട്ടറി ഇടപാടിനെതിരെ കേരള ലോട്ടറിയും രംഗത്തെത്തിയിരുന്നു. ബോച്ചെ ടീ നറുക്കെടുപ്പ്, സ്വകാര്യ ലോട്ടറി വ്യാപാരം എന്നീ ലോട്ടറി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. കേരള ലോട്ടറി ഡയറക്ടർ പോലീസിൽ പരാതി നൽകിയിരുന്നു.